ഹായ് ഫ്രണ്ട്സ്, ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് തന്നെ വിഷു ആശംസകൾ കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വിഷു മേക്കപ്പ് ലുക്കാണ് കേട്ടോ. അപ്പോൾ അത് ഈ ഒരു ലുക്കാണ് കേട്ടോ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. വളരെ സിമ്പിൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് പ്രൊഡക്ട്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ലുക്ക് ക്രിയേറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ലുക്ക് ക്രിയേറ്റ് ചെയ്തതെന്ന് നോക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ സ്കിൻ കെയർ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഫേസ് സിറാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. നമ്മുടെ മിനിമലിസ്റ്റിൻ്റെ സിറാണ് യൂസ് ചെയ്യുന്നത്. ഇത് നല്ലൊരു സിറാണ് കേട്ടോ. എൻ്റെ ഫേസിൽ അത് യൂസ് ചെയ്തതിന് ശേഷം പിമ്പിൾസ് വരുന്നത് വളരെ കുറവാണ്. അതേപോലെ തന്നെ എനിക്ക് സ്പോട്ട്സൊക്കെ ജസ്റ്റ് ഒന്ന് ഡിമ്മായി വരുന്ന പോലെ ഒരു ഫീലും ഉണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, സാധാരണ യൂസ് ചെയ്യാറുള്ള നമ്മുടെ പോൺസിൻ്റെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തു. ദെൻ നമുക്ക് ഇനി ഒരു ലിപ് ബാം അപ്ലൈ ചെയ്യാം കേട്ടോ. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഡോട്ട് ആൻഡ് കീയുടെ ലിപ് ബാം ആണ്. എനിക്ക് കറൻ്റ്ലി ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ അത്. അതുകൊണ്ട് തന്നെയാണ് ഞാനിത് യൂസ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ എന്തായാലും ഒരു ഫെസ്റ്റീവ് മേക്കപ്പ് ലുക്കല്ലേ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ ഫേസിലൊരു പ്രൈമർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നമ്മുടെ സ്വിസ് ബ്യൂട്ടിയുടെ ഒരു ഗ്ലോ തരുന്ന പ്രൈമറാണ്. അത് അടിപൊളി സാധനമാണ് കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമ്മൾ കൺസീലർ അപ്ലൈ ചെയ്യണം കേട്ടോ. ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ഏജ് റിവൈൻഡറിൻ്റെ കൺസീലറാണ്. അത് എൻ്റെ ഷെയ്ഡ് വന്നിട്ട് കാരമലാണ്. എനിക്കത് പെർഫെക്റ്റ് മാച്ചാണ് കേട്ടോ. പിന്നെ നന്നായിട്ട് തന്നെ എൻ്റെ ഡാർക്ക് സ്പോട്ട് അത് കൺസീൽ ചെയ്യും. അതുകൊണ്ട് എനിക്ക് അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതിന് ശേഷം ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഒരു കോമ്പാക്ട് പൗഡറാണ് കേട്ടോ. നമ്മുടെ നൈക്കയുടെ കോമ്പാക്ട് പൗഡറാണ് കേട്ടോ ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. നമുക്ക് ഡെയിലി യൂസിനൊക്കെ പറ്റിയ നല്ലൊരു കോമ്പാക്ട് പൗഡറാണ് കേട്ടോ ഇത്. നന്നായിട്ട് തന്നെ നമ്മുടെ ഫേസിനുള്ള ഓയിൽ നന്നായിട്ട് തന്നെ കൺട്രോൾ ചെയ്യും കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ഐബ്രോസ് സെറ്റ് ചെയ്യാം കേട്ടോ. ഐബ്രോസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് പാക്കിൻ്റെ ഒരു ഐബ്രോ ജെല്ലാണ് കേട്ടോ. ഇത് നല്ലൊരു പ്രൊഡക്റ്റാണ്, നല്ല ലോങ് ലാസ്റ്റിംഗ് ഉള്ള ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. ദെൻ നമുക്കിനി ഐ ഷാഡോ അപ്ലൈ ചെയ്യാം. ഐ ഷാഡോ അപ്ലൈ ചെയ്യാനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് നമുക്ക് സാധാ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ ഷെയ്ഡായ ബ്രിക്ക് റെഡ് ആണ്. അപ്പോൾ അതെടുത്തിട്ട് നമ്മൾ ഐസിലും അപ്ലൈ ചെയ്തു. ഐസിൻ്റെ മുകളിലും താഴെയും ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തു കേട്ടോ. ദെൻ ഇനി നമുക്ക് കാജൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. കാജൽ ഐസിൻ്റെ കോർണർ സൈഡിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. പിന്നെ ഐസിൻ്റെ മോൾ ഭാഗത്തുള്ള കോർണർ സൈഡിലും കൂടി ഇത് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഐസിനൊരു ചെറിയ ഒരു സ്മോക്കി ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിനുശേഷം ഞാനിവിടെ മസ്കാര അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അതിന് മുന്നേ തന്നെ ഞാൻ ഐസിൽ ലാഷസ് വെച്ചിട്ടുണ്ട്. എന്നിട്ടാണ് ഞാനിവിടെ മസ്കാര അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ നമ്മുടെ ഫേസ് സ്കാനഡയുടെ മസ്കാരയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ദെൻ ഇനി നമുക്ക് ഫേസ് ഒന്ന് കോണ്ടൂർ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഫേസ് കോണ്ടൂർ ചെയ്യുമ്പോൾ നമ്മുടെ ഫേസിന് നല്ലൊരു ഡെഫിനിഷൻ തന്നെ കിട്ടും കേട്ടോ. നമുക്ക് എൻ്റെ ഫേസിലിപ്പോൾ നോക്കിയറിയാം. ഞാൻ ഒരു സൈഡ് ഒന്ന് കോണ്ടൂർ ചെയ്തതിന് ശേഷം ആ സൈഡും അടുത്ത സൈഡും വെച്ച് നോക്കുമ്പോൾ വളരെയധികം നല്ല ഡിഫറൻസ് അറിയാം കേട്ടോ. അപ്പോൾ അതേ ഞാൻ കോണ്ടൂർ ചെയ്ത് കൊടുക്കുകയാണ് കണ്ടോ. അപ്പോൾ ആ ഒരു തടിച്ച് നിൽക്കുന്ന ഭാഗത്ത് കണ്ടില്ലേ ഒരു സ്ലിം ലുക്ക് നമുക്ക് കിട്ടുകയാണ്. അപ്പോൾ അത് ചെയ്തതിന് ശേഷം ഞാൻ ബ്ലഷ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ബ്ലഷും നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കളറാണ് ഇതിൽ നിന്ന് ചൂസ് ചെയ്യുന്നത്. നമ്മുടെ സ്വിസ് ബ്യൂട്ടിയുടെ ഒരു പാലറ്റാണ് കേട്ടോ ഇത്. സൂപ്പറായിട്ടുള്ളൊരു പാലറ്റാണ്. അപ്പോൾ അതിന് ഞാൻ ബ്ലഷും കൂടി അപ്ലൈ ചെയ്ത് കൊടുത്തു. കണ്ടില്ലേ, ബ്ലഷ് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഫേസിനൊരു ഫ്രഷ് ലുക്ക് കിട്ടുകയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ എനിക്ക് ബ്ലഷിനോട് കുറച്ചും കൂടി അങ്ങോട്ട് ഭയങ്കര ഇഷ്ടമാണ് എപ്പോഴും ഫേസിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ആ ഫേസിന് ഒരു ഫ്രഷ്നെസ് തരുന്നതിൽ പ്രധാന പങ്ക് ബ്ലഷിനുണ്ട്. ഇനി നമുക്ക് ലിപ്സ് ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ലിപ്സ് ലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്നത് കളർ എസൻസിൻ്റെ ഒരു ലിപ്പ് ലൈനറാണ്. അതൊരു ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ. നല്ലൊരു ഷെയ്ഡാണ്. പക്ഷേ ഇതിന് ഫ്രാഗ്രൻസ് ഉണ്ട്. ഫ്രാഗ്രൻസ് അത്ര നല്ലതല്ല. അത് മാത്രമാണ് എനിക്കിതിൽ ഇഷ്ടപ്പെടാത്തൊരു കാര്യം. ദെൻ ഞാൻ നമ്മുടെ ഷുഗറിൻ്റെ ആണോ സ്വിസ് ബ്യൂട്ടിയുടെ ആണോ ഇട്ടത് ലിപ്സ്റ്റിക്ക്, എനിക്ക് നല്ലൊരു ഓർമ്മയില്ല കേട്ടോ. സ്വിസ് ബ്യൂട്ടിയുടെ ലിപ്സ്റ്റിക് ആണെന്ന് തോന്നുന്നു ഇട്ടു. അതിന് ശേഷം ഞാൻ ഒരു പൊട്ടും കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ദെൻ നമ്മുടെ ലുക്ക് ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ് ഗായ്സ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സെറ്റിംഗ് സ്പ്രേ അടിച്ചു കൊടുക്കാം. ഞാനിവിടെ സെറ്റിംഗ് സ്പ്രേ യൂസ് ചെയ്യുന്നില്ല കേട്ടോ. എന്നിട്ട് ഞാൻ എൻ്റെ ആക്സസറീസായ ഇയർ റിങ്സ് ഇട്ട് കൊടുക്കുകയാണ്. ജുംക്കയാണ് കേട്ടോ ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. നല്ല സിൽവർ ആയിട്ടുള്ള ജുംക്ക. കാരണം വിഷുവിന് ജുംക്കയ്ക്കൊരു പ്രത്യേക സ്ഥാനം തന്നെ ഉണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ജുംക്ക ആയിക്കോട്ടെ എന്ന് ഇന്നത്തെ ഒരു ലുക്കിന്. ഇനി നമുക്ക് നമ്മുടെ ഹെയർ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം. ഹെയർ സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഏത് ഹെയർ സ്റ്റൈൽ ചെയ്യണമെന്ന്. എനിക്കൊരു പിടി ഉണ്ടായിരുന്നില്ല. ഞാൻ വിചാരിച്ചു മുടി അഴിച്ചിട്ടിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈൽ ചെയ്യാമെന്ന്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഫ്രണ്ടിലുള്ള ആ ഭാഗം ഞാൻ ഒന്ന് പിന്നി എടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് മുടി
അഴിച്ചിടാമെന്ന് വിചാരിച്ചു. എൻ്റെ ഹെയറൊക്കെ ഇപ്പോൾ നന്നായിട്ട് ഹെയർ ഫോൾ ഉള്ളതുകൊണ്ട് ഹെയറിൻ്റെ തിക്നെസ്സൊക്കെ നന്നായിട്ട് തന്നെ കുറഞ്ഞു കേട്ടോ. അത് ഭയങ്കര ബുദ്ധിമുട്ടായി അത്. അപ്പോൾ ഹെയർ റീഗ്രോത്തിന് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ ബോഡി വൈസിൻ്റെ ഒരു ഗമ്മീസ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് കഴിച്ച് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് ഞാൻ നിങ്ങളോട് അഭിപ്രായം പറയാം കേട്ടോ. ഹെയർ ഗ്രോത്ത് ഉണ്ടാവുന്നുണ്ടോ, ഹെയർ ഫോൾ അത് കുറയ്ക്കണുണ്ടോ എന്നൊക്കെ ഞാനൊരു റിവ്യൂ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിലൊരു 1 മന്ത് ഞാനത് യൂസ് ചെയ്തതിന് ശേഷമായിരിക്കും കേട്ടോ റിവ്യൂ ഇടുന്നത്. അപ്പോൾ അത് നമ്മുടെ ഹെയർ ഇവിടെ സെറ്റായി കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ 2 സൈഡും ഫ്രണ്ട് സെക്ഷൻ ബ്രൈഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് എന്താ ചെയ്യാനുള്ളത്? നമുക്ക് നമ്മുടെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വരാം. ഞാനിവിടെ സെറ്റ് മുണ്ടാണ് കേട്ടോ എടുത്തേക്കുന്നത്. കണ്ടില്ലേ, സെറ്റ് മുണ്ട് എടുത്തു. പിന്നെ നമ്മുടെ ആക്സസറീസൊക്കെ ഇട്ട് കഴിഞ്ഞു. എങ്ങനെയുണ്ട് ലുക്ക്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? മുല്ലപ്പൂ ഇല്ലാതെ എന്ത് വിഷു മേക്കപ്പ് ലുക്ക് അല്ലേ? അപ്പോൾ നമ്മുടെ വിഷു മേക്കപ്പ് ലുക്കിൽ ഒഴിവാക്കാനാവാത്ത ഒരു ഘടകമാണ് നമ്മുടെ മുല്ലപ്പൂ. അതുകൊണ്ട് തന്നെ ഞാനും ഇവിടെ കുറച്ച് മുല്ലപ്പൂ വാങ്ങി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഹെയറിലൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്തു കേട്ടോ. സിമ്പിളായിട്ട് മുല്ലപ്പൂ വെച്ച് കൊടുക്കുകയാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ അങ്ങനെ എൻ്റെ ലുക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ് കേട്ടോ ഗൈസ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? സിമ്പിൾ പ്രൊഡക്ട്സാണ് യൂസ് ചെയ്തേക്കുന്നത്. അതായത് വളരെ കുറച്ച് പ്രൊഡക്ട്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ലുക്ക് ചെയ്തെടുത്തേക്കുന്നത്. എപ്പോഴും ചെയ്യുന്ന ആ ഒരു ഗോൾഡൻ സെറ്റ് മുണ്ടിൽ നിന്ന് നമുക്കൊന്ന് വെറൈറ്റി ആയിട്ട് പിടിക്കാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ ഇപ്രാവശ്യം ഞാൻ ഈ മേക്കപ്പ് ലുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. എനിക്ക് പേഴ്സണലി ഇത് വളരെയധികം ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ ഈ ലുക്ക് ചെയ്യാനിരിക്കുമ്പോൾ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല ഇത് ഇത്ര നന്നാവുമെന്ന്. പക്ഷേ എനിക്കിത് പേഴ്സണലി നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. അങ്ങനെ അപ്പോൾ നമുക്ക് വിഷുവിന് ഈ ഒരു ലുക്കിൽ അടിച്ച് പൊളിക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും തന്നെ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നു കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും